TSC ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 ഒക്ടോബറിൽ നടന്ന ഖാദി ബോർഡ് LDCയുടെ ചോദ്യപേപ്പറാണ് നമ്മളിവിടെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 8ാമത്തെ വീഡിയോ ആണ് ഇത്. ഇതിൻ്റെ ആദ്യ 7 ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ആ വീഡിയോകൾ കൂടി കാണുക. നമുക്ക് 41ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ. ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ, ഓപ്ഷൻ ബി അഷ്ടമുടി കായൽ, ഓപ്ഷൻ സി കായംകുളം കായൽ, ഓപ്ഷൻ ഡി പരവൂർ കായൽ. ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ എ വേമ്പനാട് കായൽ. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട 1-2 പോയിന്റ് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായലാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട വർഷം 2002 ആണ്. കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായലാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട വർഷം 2002 ആണ്. കേരളത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ കായലാണ് അഷ്ടമുടി കായൽ. അഷ്ടമുടി കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അഷ്ടമുടി കായൽ പതിക്കുന്നത് അറബിക്കടലിലാണ്. നമുക്ക് ആ പോയിന്റ് ഒന്നുകൂടി നോക്കാം. കേരളത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ കായലാണ് അഷ്ടമുടി കായൽ. ഇത് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അഷ്ടമുടി കായൽ പതിക്കുന്നത് അറബിക്കടലിലാണ്. അഷ്ടമുടി കായലും റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട വർഷം 2002 ആണ്. അപ്പോൾ റംസാർ പട്ടികയിൽ 2002 വേമ്പനാട്ട് കായലും അഷ്ടമുടി കായലും കൂടാതെ ശാസ്താംകോട്ട കായലിനെയും റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ, അഷ്ടമുടി കായൽ എന്നീ കായലുകൾ റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട വർഷം 2002 ആണ്. അടുത്തു നടക്കാൻ പോകുന്ന PSC പരീക്ഷകൾക്ക് വേണ്ടിയുള്ള കോച്ചിങ്ങും അതുമായി ബന്ധപ്പെട്ട റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. തന്നിരിക്കുന്ന നമ്പറിലേക്ക് ആത്മീ എന്ന് വാട്സപ്പ് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലും അംഗമാവുക. 42ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത്? ഓപ്ഷൻ എ പത്തനംതിട്ട, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി മലപ്പുറം, ഓപ്ഷൻ ഡി വയനാട്. ഇവിടെ ശരിയുത്തരം ഓപ്ഷൻ ഡി വയനാടാണ്. വയനാട് ജില്ലയിലാണ് റെയിൽവേ ഇല്ലാത്തത്. ഓർത്തു വയ്ക്കുക, റെയിൽവേ ഇല്ലാത്ത ജില്ല വയനാട്. 43ാമത്തെ ചോദ്യം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം. ഓപ്ഷൻ എ കാലടി, ഓപ്ഷൻ ബി ചെമ്പഴന്തി, ഓപ്ഷൻ സി പന്മന, ഓപ്ഷൻ ഡി വെങ്ങാനൂർ. ഇതിൽ ശരിയുത്തരം ഓപ്ഷൻ ബി ചെമ്പഴന്തി. ചെമ്പഴന്തി തിരുവനന്തപുരം ജില്ലയിലാണ്. ചട്ടമ്പിസ്വാമികളുടെ ജന്മസ്ഥലം കൊല്ലൂർ കണ്ണമ്മൂല. ഇതും തിരുവനന്തപുരത്താണ്. ചട്ടമ്പിസ്വാമികളുടെ ജന്മസ്ഥലം കൊല്ലൂർ കണ്ണമ്മൂല. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ്. ചട്ടമ്പി സ്മാരകം നിലനിൽക്കുന്നത് പന്മനയിലാണ്. അത് കൊല്ലം ജില്ലയിൽ. ചട്ടമ്പിസ്വാമികളുടെ ജന്മസ്ഥലം കൊല്ലൂർ കണ്ണമ്മൂല, അതുപോലെ ചട്ടമ്പി സ്മാരകം പന്മന, കൊല്ലം. അയ്യങ്കാളിയുടെ ജന്മസ്ഥലമാണ് വെങ്ങാനൂർ. ഇതും തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തി, തിരുവനന്തപുരം. ചട്ടമ്പിസ്വാമികളുടെ ജന്മസ്ഥലം കൊല്ലൂർ കണ്ണമ്മൂല, തിരുവനന്തപുരം. ചട്ടമ്പിസ്വാമി സ്മാരകം പന്മന, കൊല്ലം ജില്ല. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം വെങ്ങാനൂർ, തിരുവനന്തപുരം ജില്ല. അടുത്തത് 44ാമത്തെ ചോദ്യമാണ്. കേരളത്തിലെ ദേശീയ ജലപാത. ഓപ്ഷൻ എ NW1. NW എന്ന് ഉദ്ദേശിക്കുന്നത് നാഷണൽ വാട്ടർവേ 1 എന്നാണ്. ഓപ്ഷൻ ബി നാഷണൽ വാട്ടർവേ 2, ഓപ്ഷൻ സി നാഷണൽ വാട്ടർവേ 3, ഓപ്ഷൻ ഡി നാഷണൽ വാട്ടർവേ 4. ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ സി ആണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രൂപത്തിൽ ഇതേ ചോദ്യത്തിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോക്കി, ആ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിയുമ്പോൾ 2 മാർക്കാണ് ഒരേ പരീക്ഷയിൽ തന്നെയാണ് ഇത് കിട്ടുന്നത്. നിങ്ങൾ ആ ആദ്യത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പോയിന്റിലേക്ക് പോകാം. നാഷണൽ വാട്ടർവേ 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ അലഹബാദ്, ഹാൽഡിയയാണ്. അലഹബാദിനെ ഹാൽഡിയയുമായി ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 1 അല്ലെങ്കിൽ നാഷണൽ വാട്ടർവേ 1 എന്ന് പറയുന്നത്. നാഷണൽ വാട്ടർവേ 2 അഥവാ ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ സാദിയ, ദുബ്രിയാണ്. സാദിയയെ ദുബ്രിയുമായി ബന്ധിപ്പിക്കുന്ന വാട്ടർവേ അഥവാ ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർവേ 2. ഈ ചോദ്യമാണ് ഇതിനു മുമ്പ് ഇതേ ചോദ്യപേപ്പറിൽ ആദ്യം ചോദിച്ചിട്ടുള്ളത്. നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത് കൊല്ലം, കോഴിക്കോട്. കൊല്ലത്തെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്നത് നാഷണൽ വാട്ടർവേ 3 ആണ്. നാഷണൽ വാട്ടർവേ 4 എന്ന് പറയുന്നത് കാക്കിനഡ, പുതുച്ചേരി. കാക്കിനഡയെ പുതുച്ചേരിയുമായി ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർവേ 4. നാഷണൽ വാട്ടർവേ 5 എന്ന് പറയുന്നത് തൽച്ചാർ, ധാമ്ര.
തൽച്ചാറിനെ ധാമ്രയുമായി ബന്ധിപ്പിക്കുന്നതാണ് നാഷണൽ വാട്ടർവേ 5 അഥവാ ദേശീയ ജലപാത 5 എന്ന് പറയുന്നത്. ഇതിപ്പോൾ തന്നെ പഠിച്ചു പോവുക. കണ്ട, ഈ ഒരു ചോദ്യം പഠിച്ചപ്പോൾ 2 മാർഗ്ഗമാണ് ഒരു പരീക്ഷയിൽ തന്നെ കിട്ടുന്നത്. അതുകൊണ്ട് ഇത് ഇപ്പോഴേ പഠിച്ചു പോവുക. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ അലഹബാദ്, ഹാൽഡിയ. ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ സാദിയ, ദുബ്രി. ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊല്ലം, കോഴിക്കോട്. ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കാക്കിനഡ, പുതുച്ചേരി. ദേശീയ ജലപാത 5 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ തൽച്ചാർ, ധാമ്ര. ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അടുത്തത് 45ാമത്തെ ചോദ്യം. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ഓപ്ഷൻ എ ശ്രീ ചിത്തിര തിരുനാൾ, ഓപ്ഷൻ ബി ഗൗരി പാർവതി ഭായി, ഓപ്ഷൻ സി സ്വാതി തിരുനാൾ, ഓപ്ഷൻ ഡി ഉത്രം തിരുനാൾ. ഇവിടുത്തെ ശരിയുത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഗൗരി പാർവതി ഭായി ആണ്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായി. അപ്പോൾ ഈ പോയിന്റ് ഓർത്ത് വയ്ക്കുക. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായി. ഇനി നടക്കാൻ പോകുന്ന PSC പരീക്ഷകൾക്ക് വേണ്ടിയുള്ള റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള പ്രധാന ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകൾ മാത്രമായിരിക്കും നമ്മുടെ ചാനലിലൂടെ നൽകുക. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക്